ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഈ ചാപ്റ്ററിനെ 3 സെക്ഷനായിട്ട് നമുക്ക് പഠിക്കാമെന്ന്. അതിൽ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു, ഓസിലേഷൻ എന്ന് പറയുന്ന സെക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ മക്കളെ, നമ്മൾ എന്തൊക്കെയായി ഓസിലേഷനിൽ പഠിച്ചത്? ആദ്യം ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഓസിലേഷനിൽ തന്നെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഓസിലേഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് പഠിച്ചു. എന്തൊക്കെ ടേംസാണ് പഠിച്ചത്? ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു, ഫ്രീക്വൻസി പഠിച്ചു, ടൈം പീരീഡ് പഠിച്ചു അല്ലേ? ഇതിന്റെ എല്ലാം ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു, സിമ്പൽ പഠിച്ചു, ഇതിന്റെയൊക്കെ SI യൂണിറ്റ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഇതൊക്കെ നമ്മൾ റിലേഷൻ അല്ലെ, ടൈം പീരീഡും ഫ്രീക്വൻസിയും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, ലെങ്ത് ഓഫ് ദ പെൻഡുലവും ഫ്രീക്വൻസിയും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് വൈബ്രേഷനും എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് റെസൊണൻസ് ആണ്. അത് കഴിഞ്ഞ് ഇതിന്റെ ആപ്ലിക്കേഷനും പഠിച്ചു. അങ്ങനെ ഒരു സെക്ഷൻ നമ്മൾ പാഠത്തിന് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് കടക്കാം, വേവ്സ് അല്ലെങ്കിൽ വേവ് മോഷൻ. നമ്മൾ അവിടെ ഓസിലേഷൻ ആണ് പഠിച്ചു ചേർത്തത്. ഇനി നമ്മൾ പഠിക്കുന്നത് വേവ്സിനെ പറ്റിയിട്ടാണ്. വേവ്സ് എന്താണെന്നും അതിന്റെ ടൈപ്സും പിന്നെ അതിൽ വരുന്ന ബാക്കി ആപ്ലിക്കേഷൻസും ഒക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. തുടങ്ങാം. അപ്പോൾ എന്താണ് വേവ് മോഷൻ? ഡെഫിനിഷനിൽ നമുക്ക് തുടങ്ങാം. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻസ് ഈസ് കോൾഡ് വേവ് മോഷൻ. വേവ് മോഷൻ പഠിക്കുമ്പോഴും നമുക്ക് എന്ത് വേണം? ഓസിലേഷൻ വേണം അല്ലെ? കാരണം ഓസിലേഷൻ എന്ത് തന്നെയാണ്, വേവ് ആണ്. വേവ് മോഷൻ എന്ത് തന്നെയാണ്, ഓസിലേഷൻ ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ പറ്റും അല്ലെ? അപ്പോ ഈ വേവ് മോഷനിൽ എന്താ നടക്കുന്നത്? കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജിയുടെ പ്രൊപ്പഗേഷൻ ആണ് അല്ലെ? പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ എനർജിയുടെ ട്രാവൽ ആണ്. അപ്പോ ഒരു പാർട്ടിൽ നിന്നും മറ്റൊരു പാർട്ടിലോട്ട് എനർജിയുടെ പ്രൊപ്പഗേഷനെയാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. ഒന്നൊരു ഡെഫിനിഷൻ വായിച്ചേ. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് വേവ് മോഷൻ. ഓക്കെ, അപ്പൊ വേവ് മോഷൻ എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും വേവ്സ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാവുന്ന വേവ്സ് ഏതൊക്കെയാ? നമ്മൾ ഇതിനു മുന്നേ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ള വേവ്സ്, എന്തൊക്കെ വേവ്സ് നിങ്ങൾക്ക് അറിയാം? കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സം എക്സാമ്പിൾസ് ഓഫ് വേവ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ എന്തൊക്കെ വരാം? റേഡിയോ വേവ്സ് ഉണ്ട്, ലൈറ്റ് വേവ്സ് ഉണ്ട്, സൗണ്ട്, നമ്മുടെ ചാപ്റ്റർ സൗണ്ട് ഒരു വേവ് ആണ് അല്ലെ? സൗണ്ട് വേവ്സ് ഉണ്ട്, സീസ്മിക് വേവ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ വെള്ളത്തിലുണ്ടാവും, നമ്മൾ വെള്ളത്തിൽ കല്ലങ്ങാൻ ഇടുമ്പോൾ ഉണ്ടെന്ന റിപ്പിൾസ് ഇല്ലേ, ഓളങ്ങളില്ലേ, അത് വേവാണ്. പരിചയമുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി വേവ്സ് പരിചയമുണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം വേവ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ വേവ് മോഷൻ എന്താന്ന് പഠിച്ചു, വേവ്സിന് കുറച്ച് എക്സാമ്പിൾസും പഠിച്ചു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ശരിക്കും ഈ വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ആ 2 ടൈപ്പ് ഓഫ് വേവ്സ്? ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, 2 മെക്കാനിക്കൽ വേവ്സ്. അടുത്ത സ്ലൈഡിലുണ്ട് കേട്ടോ. രണ്ടാമത്തത് മെക്കാനിക്കൽ വേവ്സ്. അങ്ങനെ 2 ടൈപ്സ് ഓഫ് വേവ്സ് ആണ് ഉള്ളത്. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, 2 മെക്കാനിക്കൽ. അപ്പൊ നമുക്ക് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും മെക്കാനിക്കൽ വേവ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അത് ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനാണെങ്കിൽ ഇതിന് ട്രാവൽ ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം. ഇതിന് മീഡിയം വേണ്ട. മീഡിയം ഇല്ലാതെ തന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ നടന്നോളും. അത്തരം വേവ്സിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. എന്നാൽ മെക്കാനിക്കൽ വേവ്സിന്റെ കേസ് അങ്ങനെയല്ല. മെക്കാനിക്കൽ വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ മീഡിയം നിർബന്ധമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പൊ എന്താണ് ഡിഫറൻസ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ, ബട്ട് മെക്കാനിക്കൽ വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷന് ഇവിടെ മീഡിയം വേണ്ട, മെക്കാനിക്കലിന് മീഡിയം വേണം. നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട. അപ്പൊ അത്തരം വേവ്സിന് നിങ്ങളൊന്ന് എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന റേസ് ഒക്കെ സണ്ണിൽ നിന്നല്ലേ വരുന്നത്? കുറെ സ്പേസ് അല്ലേ, സ്പേസ് കടന്നിട്ടല്ലേ ഇവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ആ സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീഡിയം ഇല്ല, വാക്വം ആണല്ലേ. അപ്പൊ അതിലൂടെയും എന്ത് ചെയ്ത് വരുന്നു? പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ അതെല്ലാം ഏതിൽ പെടും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ പെടും. ഏതൊക്കെ വരും? റേഡിയോ വേവ്സ് വരും, മൈക്രോവേവ്സ് വരും, ഇൻഫ്രാറെഡ് റേസ് വരും, വിസിബിൾ ലൈറ്റ് വരും, അല്ലെങ്കിൽ വിസിബിൾ റേ വരും, അൾട്രാ വയലറ്റ് വരും, എക്സ്റേ, ഗാമ റേ. ഇത്രയും വേവ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ വേവ്സിനൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല അല്ലെ? അപ്പൊ ഈ വേവ്സിനെയൊക്കെ ഇങ്ങനെ ഓർഡർ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം.
നമ്മൾ സ്പെക്ട്രം എന്ന് പറയും. ഇലക്ട്രോ മാഗ്നറ്റിക് റേസിനെ അതിന്റെ ഫ്രീക്വൻസിയുടെ ബേസിസിൽ അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെ ബേസിസിൽ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ക്ലിയർ? അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണെന്നുള്ളത് മനസ്സിലായി. നമുക്ക് അടുത്ത മെക്കാനിക്കൽ വേവ്സിലോട്ട് പോവാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മെക്കാനിക്കൽ വേവ്സിന് എന്ത് വേണം? ഇറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും മീഡിയം വേണം. അങ്ങനെ മീഡിയം വേണം എന്നുള്ള അപ്പോൾ ട്രാൻസ്മിഷന് മീഡിയം ആവശ്യമായിട്ടുള്ള വേവ്സ് ആണ് മെക്കാനിക്കൽ വേവ്സിൽ വരുന്നത്. ഈ മെക്കാനിക്കൽ വേവ്സിനെ നമുക്ക് വീണ്ടും 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വേവ്സ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. അപ്പോ മൊത്തത്തിലെ വേവ്സ് 2 ടൈപ്സ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും മെക്കാനിക്കൽ വേവ്സും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് നമ്മൾ ഒത്തിരി എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി മെക്കാനിക്കൽ വേവ്സിലോട്ട് വരുമ്പോൾ അവിടെ വീണ്ടും 2 ടൈപ്സ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. അതിൽ നിങ്ങൾ നോക്കി വെച്ചു. അതിൽ നമ്മൾ ഇനി പഠിക്കും ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലാണ് നമ്മുടെ ചാപ്റ്റർ അല്ലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സൗണ്ട് വേവ്സ് വരുന്നത്. സൗണ്ട് വേവ് എന്തിന് എക്സാമ്പിൾ ആണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ്. അത് നമ്മൾ ഇനി പഠിക്കും. ക്ലിയർ ആണോ? അപ്പൊ മെക്കാനിക്കൽ വേവ്സിന്റെ 2 ടൈപ്സ് പറഞ്ഞു, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും അല്ലെ. അപ്പൊ നമുക്കിനി അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പഠിക്കേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. Okay, longitudinal waves are those in which the particles in the medium vibrate parallel to the direction of propagation of wave. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു വേവ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എനർജിയുടെ ട്രാൻസ്മിഷൻ ആണ് അല്ലെ. അങ്ങനെ എനർജിയുടെ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ വേവിലുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് പാരലൽ ആണെങ്കിൽ, എന്തിനോട് പാരലൽ ആണെങ്കിൽ? വേവിന്റെ പ്രൊപ്പഗേഷനോട് പാരലൽ ആയിട്ടാണ് ആ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് വേവിന്റെ പ്രൊപ്പഗേഷൻ എങ്ങോട്ടേക്കാണോ, അതായത് വേവ് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണോ ആ ഡയറക്ഷൻ, ഇപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനതല്ലേ, ആ പാർട്ടിക്കിൾസ് എങ്ങനെ മൂവ് ചെയ്യണം? ഇതേപോലെ പാരലൽ ആയിട്ട് മൂവ് ചെയ്യണം. അപ്പൊ പ്രൊപ്പഗേഷൻ അങ്ങോട്ടാണ്, മൂവ്മെന്റ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഇങ്ങനെയാണ്, പാരലൽ ആയിട്ടാണ്. അപ്പൊ ഇത്തരം ഇങ്ങനെ പാരലൽ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം വേവ്സിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പൊ പാരലൽ എന്ന ടേം ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ എന്താ? നമ്മുടെ സൗണ്ട് വേവ്സ് അല്ലെ. അതാണ് നമ്മുടെ 3ാമത്തെ സെക്ഷൻ. സൗണ്ട് വേവ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സൗണ്ട് ഫ്രം എ സോഴ്സ് ക്രിയേറ്റ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രഷർ വേരിയേഷൻസ് ഇൻ എയർ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത്. ഇവിടെ എന്താ? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് പ്രഷർ വേരിയേഷൻ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. ഇവിടെ പ്രഷർ വേരിയേഷൻസ് ഉണ്ട്. പ്രഷർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് റീജിയൻ ഹൈ പ്രഷർ ആയിരിക്കും, കുറച്ച് റീജിയൻ ലോ പ്രഷർ ഏരിയ ആയിരിക്കും, വീണ്ടും ഹൈ പ്രഷർ ഏരിയ, ലോ പ്രഷർ ഏരിയ, അങ്ങനെ ഒരു പ്രഷറിൽ ഒരു വേരിയേഷൻ കാണിക്കും. ആര്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അല്ലെ. വേവിന്റെ പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. 2ാമത്തെ പ്രത്യേകത എന്താ പറഞ്ഞത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് പ്രഷർ വേരിയേഷൻസ് ഉണ്ട് അല്ലെ. പ്രഷർ വേരിയേഷൻസ്, ലോ പ്രഷർ ഏരിയ, ഹൈ പ്രഷർ ഏരിയ, അങ്ങനെ പ്രഷർ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലെ. അപ്പോൾ പ്രഷർ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രഷർ വേരിയേഷൻസിന്റെ ഭാഗമായിട്ട് പ്രഷർ ഏരിയനെ, ഈ ഹൈ പ്രഷർ ഏരിയയെ നമ്മൾ കംപ്രഷൻസ് എന്നാണ് പറയുന്നത്. ലോ പ്രഷർ ഏരിയയെ നമ്മൾ റെയർഫാക്ഷൻസ് എന്നും പറയുന്നു. അപ്പോ കംപ്രഷൻസും റെയർഫാക്ഷൻസും ഉണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവില്. അപ്പൊ നമുക്ക് എന്താണ് കംപ്രഷൻ, എന്താണ് റെയർഫാക്ഷൻ എന്ന് നോക്കാം. കംപ്രഷൻസ് എന്ന് വെച്ചാൽ എന്താ? എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് ക്രിയേറ്റഡ് വെയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ മോളിക്യൂൾസ് ഡിക്രീസസ്. സച്ച് റീജിയൻസ് ആർ കോൾഡ് കംപ്രഷൻസ്. ഇത്രയേ ഉള്ളൂ. ഹൈ പ്രഷർ ഏരിയ നമ്മൾ പറയില്ലേ, ഹൈ പ്രഷർ ലോ പ്രഷർ, ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരും. അപ്പൊ ഹൈ പ്രഷർ ഏരിയയെ നമ്മൾ പറയുന്ന പേരാണ് കംപ്രഷൻസ് എന്ന് പറയാം. അപ്പൊ എന്തായിരിക്കും റെയർഫാക്ഷൻസ്? എ റീജിയൻ ഓഫ് ലോ പ്രഷർ അല്ലെ. ലോ പ്രഷർ റീജിയനെ നമ്മൾ റെയർഫാക്ഷൻസ് എന്ന് വിളിക്കുന്നു. സൗണ്ട് ട്രാവൽസ് ത്രൂ എ മീഡിയം ഫോമിംഗ് ഓൾട്ടർനേറ്റ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ്. അപ്പോൾ ഒരു സൗണ്ട് വേവ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ കംപ്രഷൻസും റെയർഫാക്ഷൻസും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ഫിഗർ കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ,
അപ്പോൾ ഈ ഫിഗറിൽ പ്രഷർ വേരിയേഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഈ സി എന്ന് എഴുതിയിരിക്കുന്നത് കംപ്രഷനും ആർ എന്ന് എഴുതിയിരിക്കുന്നത് റെയർഫാക്ഷനുമാണ്. കണ്ടോ? അപ്പോൾ നോക്കിയേ, ഈ അടുങ്ങിയിരിക്കുന്ന റീജിയൻ ആണ് കംപ്രഷൻ. കണ്ടോ? അപ്പോൾ ഹൈ പ്രഷറിനെ കാണിക്കാനാണ് ലൈൻസ് അടുക്കി വെച്ചിട്ടുള്ളത്. ലൈൻസ് കുറച്ച് ദൂരെ വരുന്നത് റെയർഫാക്ഷൻസ്. അപ്പോൾ കംപ്രഷൻസും റെയർഫാക്ഷൻസും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നു. ഒരു കംപ്രഷൻ, അടുത്ത റെയർഫാക്ഷൻ, കംപ്രഷൻ, റെയർഫാക്ഷൻ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊരു സൗണ്ട് വേവ്. അപ്പൊ ഇങ്ങനെയാണ് സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് എന്ത് നോക്കാം? ട്രാൻസ്വേഴ്സ് വേവ് എന്താന്ന് നോക്കാം. അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് 2 ടൈപ്സ് ആണുള്ളത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് എന്താന്ന് നോക്കാം. അവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി, നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് എന്താന്ന് കിട്ടും. നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പറഞ്ഞപ്പോൾ പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞത്? പാരലൽ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ? പെർപെൻഡിക്കുലർ. അവിടെ പാരലൽ ആണെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതെങ്ങനെയാണ്? വേവിന്റെ പ്രൊപ്പഗേഷൻ ഈ ഡയറക്ഷനിലോട്ടാണെങ്കിൽ, കണ്ട വേവ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം? പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യണം. അതായത് ഡയറക്ഷൻ ഇങ്ങനെ, വേവ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, പാർട്ടിക്കിൾസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ട്രാൻസ്വേഴ്സ് വേവിനെ പറയാം? ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവിന്റെ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. വെൻ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, ദേ ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആവുമ്പോൾ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ. ഇത് നിങ്ങൾക്ക് ചോദിക്കും, ഡിഫറൻസ് ചോദിക്കും കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെയും ട്രാൻസ്വേഴ്സ് വേവിന്റെയും ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഏതാണ്? സൗണ്ട് വേവ്സ് ആണ് അല്ലെ. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പറഞ്ഞപ്പോൾ അവിടെ പ്രഷർ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. എന്നാൽ ട്രാൻസ്വേഴ്സ് വേവിന് അത്തരം ഒരു പ്രഷർ വേരിയേഷൻ കാണില്ല. കൃത്യമായി പഠിച്ചു വെച്ചേക്കാം. ഡിഫറൻസ് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ വേരിയേഷൻസ് ആർ സീൻ എന്ന് പറയാം അല്ലെ. എന്നാൽ ട്രാൻസ്വേഴ്സ് വേവിൽ എന്തില്ല? ദർ ഇസ് നോ പ്രഷർ വേരിയേഷൻ. പ്രഷർ വേരിയേഷൻസ് ഇല്ല. അപ്പൊ അവിടെ പ്രഷർ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഹൈ പ്രഷർ ഏരിയ, ലോ പ്രഷർ ഏരിയ അല്ലെ, കംപ്രഷൻ, റെയർഫാക്ഷൻ എന്ന് വന്നത്. അപ്പൊ ഇവിടെ അത്തരം പ്രഷർ വേരിയേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തില്ല? ഹൈ പ്രഷർ ഏരിയ എന്നോ ലോ പ്രഷർ ഏരിയ എന്നോ ഒന്നുമില്ല. കംപ്രഷനും റെയർഫാക്ഷനും ഇല്ല. പകരം കംപ്രഷനും റെയർഫാക്ഷനും പകരം നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിന് വരുന്നത് ക്രസ്റ്റും ട്രഫും ആണ്. ഇത് നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്രസ്റ്റും ട്രഫും അല്ലെ. ഒരു വേവ് വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതാണ്, ഒരു വേവ്, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാണ് ഒരു സൈക്കിൾ അല്ലെ. അതിൽ നമ്മൾ ഈ ഭാഗത്തിനെയാണ് ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്രസ്റ്റ്. ഇതിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രസ്റ്റും ട്രഫും, ഒരു ക്രസ്റ്റും ട്രഫും ചേർന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിന് എന്തുണ്ട്? ക്രസ്റ്റും ട്രഫും ഉണ്ട് അല്ലെ. അപ്പൊ എന്താ ക്രസ്റ്റ് എന്ന് പറയാ? ഇൻ ട്രാൻസ്വേഴ്സ് വേവ് ദ എലിവേറ്റഡ് പോർഷൻ, കണ്ടോ, എലിവേറ്റഡ്, മുകളിലോട്ട് നിൽക്കുന്ന എലിവേറ്റഡ് പോർഷൻസ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആർ കോൾഡ് ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് പോർഷൻ ആണ്. അപ്പൊ ട്രഫ് എന്താ? ട്രഫ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് പോർഷൻസിനെയാണ് അല്ലെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ലോവസ്റ്റ് പോർഷനെയാണ് ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് കംപ്രഷനും റെയർഫാക്ഷനും ആണ് ഉള്ളത്. ട്രാൻസ്വേഴ്സ് വേവിന് ക്രസ്റ്റും ട്രഫും ആണുള്ളത്. അവിടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് പാരലൽ ആണ്, ഇവിടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് പ്രഷർ വേരിയേഷൻ ഉണ്ട്, ഇവിടെ പ്രഷർ വേരിയേഷൻ ഇല്ല. ഡിഫറൻസ് ആയില്ലേ? ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചോദിക്കാം, തന്നിട്ട് വേണമെങ്കിൽ എല്ലാ ഡിഫറൻസ് തന്നിട്ട് ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാം, ടാബുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ കുറച്ചുകൂടി ഈസിയാണ്. അല്ലെങ്കിൽ ഡിഫറൻസ് തന്നെ എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓൾറെഡി പറഞ്ഞത് ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് വീണ്ടും ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെയും ട്രാൻസ്വേഴ്സ് വേവിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞതാണ്. കണ്ടോ, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ആണ്, ക്രസ്റ്റും ട്രഫും ഉണ്ട്, നോ പ്രഷർ വേരിയേഷൻ. അതാണ് ട്രാൻസ്വേഴ്സ് വേവിന്റെ. ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അത്
നമ്മളത് വീണ്ടും അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ലോഞ്ചിറ്റ്യൂണൽ വേവ് ആകുമ്പോഴത്തേക്കും പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം പാരലൽ ആണ്. പിന്നെ കംപ്രഷനും റെയർഫാക്ഷനും ഉണ്ട്, പ്രഷർ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതാണ് ഞാൻ നേരത്തെ പോയിന്റ്സ് ആക്കി പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വൺ സൈക്കിൾ അല്ലെങ്കിൽ വൺ ഓസിലേഷൻ അല്ലെങ്കിൽ വൺ വേവ്. എന്താ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നതാണ് വൺ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ വൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ a cycle is one complete oscillation of a particle in wave motion. ഒരു കംപ്ലീറ്റ് ഓസിലേഷനെ, ഓസിലേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടു അല്ലെ, അങ്ങോട്ട് പോകുന്നു ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുന്നു, തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുന്നതാണ് ഒരു ഓസിലേഷൻ. അത് വേവ് ആയിട്ട് മാറുമ്പോൾ എങ്ങനെയാണ്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നതാണ് ഒരു സൈക്കിൾ അഥവാ ഒരു വേവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേവ് മോഷൻ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേവ്സിനെ പറ്റിയിട്ടല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതായത് ഈ ഇവിടെ വേവ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ്. ഓൾറെഡി നമ്മൾ ഓസിലേഷനിൽ കുറച്ച് ടേംസ് പരിചയപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അത് കൂടാതെ എന്തെങ്കിലും ടേംസും കൂടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയുണ്ട്? ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് വേവ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കൊരു വേവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അതിൽ ഓൾറെഡി നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? ആംപ്ലിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അത് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് അല്ലെ. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ആവുന്നു. അപ്പൊ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞതാണ്, അതിന്റെ SI യൂണിറ്റും എല്ലാം ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. പിന്നെ എന്താ ഉള്ളത്? ടൈം പീരീഡ്. അതും നമ്മൾ പറഞ്ഞതാണ്. എന്താ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ടൈം പീരീഡ്. അതിന്റെ SI യൂണിറ്റും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറയാത്ത രണ്ട് കാര്യങ്ങളുണ്ട്, വേവ് ലെങ്തും സ്പീഡ് ഓഫ് ദ വേവ്. അപ്പൊ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ പഠിക്കുമ്പോൾ അതുകൂടെ ചേർത്ത് ഇതിൽ പഠിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് പറയുമ്പോൾ ഈ 5 ടേംസും പഠിക്കണം. പക്ഷെ നമ്മളിപ്പോൾ 3 ടേം ഇപ്പോൾ ഡിസ്കസ് ചെയ്യില്ല, ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? വേവ് ലെങ്ത് എന്താണെന്ന് നോക്കാം. വേവ് ലെങ്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് വേവ് ലെങ്ത്? ആ പേര് തന്നെ ഉണ്ട്, വേവ് ലെങ്ത്. അതായത് ഒരു വേവിന്റെ ലെങ്ത്. ഒരു വേവ് എന്ന് വെച്ചാൽ എന്താ? ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും അല്ലെ. അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ലെങ്ത് വരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്, അതിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നോക്കിയേ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് or 2 consecutive trough is also considered as wavelength of a transverse wave. ഞാൻ പറഞ്ഞല്ലോ ഒരു വേവിന്റെ ലെങ്ത്, അതായത് നോക്കിയേ ഒരു വേവിന്റെ ലെങ്ത്, ഇതാണ് ഒരു വേവ് അല്ലെ. അപ്പോൾ ഇത്രയും ലെങ്തിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വേവ് ലെങ്ത് എന്ന് പറയാം, ഒരു രീതി. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2 ക്രസ്റ്റുകൾക്കിടയിലുള്ള, ഒത്തിരി വേവ് ഉണ്ടെങ്കിൽ ഒത്തിരി ക്രസ്റ്റും ഒത്തിരി ട്രഫും വരും അല്ലെ. അപ്പോൾ 2 ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. കണ്ടോ ഇവിടെ നോക്കിയേ, ഇതാണ് ഒരു ക്രസ്റ്റ്, ഇതാണ് ഒരു ക്രസ്റ്റ്. അപ്പൊ ഇവർക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് എന്താണ്? വേവ് ലെങ്ത് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഇതാണ് ഒരു ട്രഫ്, ഇതാണ് ഒരു ട്രഫ്. അപ്പൊ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്, ഇതിനെ നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും, കണ്ടോ ഇത്രയും ഡിസ്റ്റൻസിനെ വേവ് ലെങ്ത് ആയിട്ട് പറയാം. അപ്പോൾ 3 രീതിയിൽ പറയാം. 2 അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്നോ, അല്ലെങ്കിൽ 2 അടുത്തടുത്തുള്ള ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്നോ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത് എന്നോ. വേവ് ലെങ്തിനെ നമ്മൾ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് ലാംഡ. കണ്ടോ ലാംഡ എങ്ങനെ എഴുതുന്നത്? ലാംഡ ഇങ്ങനെ, ഇതേപോലെ ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഇതിനെ നമ്മൾ ലാംഡ എന്നാണ് പറയാം. അപ്പോ വേവ് ലെങ്തിന്റെ സിമ്പിൾ എന്താ? നമ്മൾ ടൈം പീരീഡിന് T എന്നും ഫ്രീക്വൻസിക്ക് സ്മോൾ ലെറ്റർ F എന്നും ഒക്കെ പറഞ്ഞതുപോലെ വേവ് ലെങ്തിനെ നമ്മൾ ലാംഡ എന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് SI യൂണിറ്റ് നോക്കാം. വേവ് ലെങ്ത് അല്ലേ. അപ്പോ എന്ത് തന്നെയായിരിക്കും SI യൂണിറ്റ്? ലെങ്തിന്റെ SI യൂണിറ്റ് ആയ മീറ്റർ ആയിരിക്കും വേവ് ലെങ്തിന്റെ SI യൂണിറ്റ്. ഈ മീറ്റർ SI യൂണിറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടേം ഉണ്ടല്ലോ, ആംപ്ലിറ്റ്യൂഡ് അല്ലെ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിനും വേവ് ലെങ്തിനും മീറ്റർ ആണ് SI യൂണിറ്റ്. ക്ലിയർ ആണോ? അപ്പൊ ഒരു വേവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്, ട്രഫ് കാണിച്ചിട്ടുണ്ട്, വേവ് ലെങ്ത് ലാംഡയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ കാര്യമാണ് അല്ലെ.
ട്രാൻസ്വേഴ്സ് വേവിനല്ലേ ക്രസ്റ്റും ട്രഫും ഉള്ളൂ. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ വേവ് ലെങ്തിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതേ വേവ് ലെങ്ത് ട്രാൻസ്വേഴ്സ് വേവിന് മാത്രമല്ലല്ലോ വേവ് ലെങ്ത് ഉള്ളത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനും വേവ് ലെങ്ത് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വേവ് ലെങ്ത് എന്താണെന്ന് നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓർ ടു കൺസിക്യൂട്ടീവ് റെയർഫാക്ഷൻസ്. അവിടെ ക്രസ്റ്റും ട്രഫും പറഞ്ഞതുപോലെ ഇവിടെ ആര് വരും? കംപ്രഷൻസും റെയർഫാക്ഷൻസും. രണ്ട് കംപ്രഷൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് റെയർഫാക്ഷൻ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വേവ് ലെങ്ത് ആയിട്ട് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു കണ്ടോ, ഇതൊരു സി, ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്, ഇതാണ് രണ്ട് കംപ്രഷൻ അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് ലാംഡ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ റെയർ ഫ്രാക്ഷൻ, ഇത് റെയർ ഫ്രാക്ഷൻ, ഇത് റെയർ ഫ്രാക്ഷൻ, അപ്പൊ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഇതാണ് വേവ് ലെങ്ത് ലാംഡ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിനാണെങ്കിൽ ക്രസ്റ്റും ട്രഫും വെച്ച് നമ്മൾ വേവ് ലെങ്ത് പറയും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആകുമ്പോൾ കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും വെച്ചിട്ടായിരിക്കും വേവ് ലെങ്ത് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി അല്ലെങ്കിൽ അടുത്ത ഒരു ടേം ആണ് സ്പീഡ് ഓഫ് ദ വേവ്. നമ്മൾ വേവിന്റെ 5 പ്രോപ്പർട്ടിയിൽ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, ഇപ്പോ വേവ് ലെങ്ത് പറഞ്ഞു. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി ആണ് സ്പീഡ് ഓഫ് ദ വേവ്. വേവിന്റെ സ്പീഡ്, എനർജി പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വേവിന്റെ സ്പീഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഫോർമുല എന്താണ് എന്നൊക്കെ നോക്കാം. ദ സ്പീഡ് ഓഫ് ദ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ഇൻ 1 സെക്കൻഡ്. നമുക്കറിയാം സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. അപ്പോൾ വേവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ആ വേവ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു, അതാണ് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെ. സ്പീഡിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്, നമുക്കതറിയാം അല്ലെ. മോഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് വേവിന്റെ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല നോക്കാം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത് സാധാരണ എല്ലാ മോഷനും വരുന്ന ഒരു ഫോർമുലയാണ് അല്ലേ. എന്നാൽ ഈ വേവ് മോഷന് സ്പീഡിന്റെ ഫോർമുല എന്താ നോക്കാം. സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഫ്രീക്വൻസിയെ വേവ് ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പീഡ് ഓഫ് ദ വേവ് കിട്ടുന്നത്. അപ്പൊ കണ്ടോ, ഫോർമുല പഠിച്ചു വെച്ചോ. സ്പീഡ് V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്നും ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഇസ് ഈക്വൽ ടു V ബൈ ലാംഡ അല്ലെ. അതേപോലെ ലാംഡ കണ്ടുപിടിക്കാൻ, വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? V ബൈ എഫ് അല്ലെ. അപ്പൊ ഒരു ഇക്വേഷൻ പഠിച്ചാൽ അതിൽ നിന്ന് 3 ടേംസ് അല്ലെ, ബാക്കി 2 ടേംസും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ പഠിച്ചു വെച്ചേക്കാം V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. സിമ്പിൾ അല്ലേ? അപ്പോൾ പഠിച്ചു വെച്ചേക്കാം V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. സിമ്പിൾ അല്ലേ? സ്പീഡ് ഓഫ് ദ വേവ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ക്ലിയർ? അങ്ങനെ നമ്മുടെ വേവ് മോഷന്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു റിലേഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ തൊട്ട് മുന്നേ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. അതേപോലെ ഫ്രീക്വൻസിയും ലെങ്ത് ഓഫ് ദ പെൻഡുലവും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. ഇനി നമുക്ക് ഒരു റിലേഷനും കൂടെ പഠിക്കാനുണ്ട്, ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ. ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. എങ്ങനെയാണ് ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ? ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറയുന്നു. അപ്പൊ എങ്ങനെയാണ് റിലേഷൻ? ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു, ഫ്രീക്വൻസി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നു. ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. കണ്ടോ, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ആ ഒരു റിലേഷനും കൂടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വേവ് എന്ന് പറയുന്ന സെക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് സെക്ഷനിലോട്ട് കടക്കാം. സൗണ്ട്. നമ്മൾ വേവില് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പറഞ്ഞപ്പോൾ അവിടെ സൗണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലെ. സൗണ്ട് എന്ന് പറയുന്ന സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് അടുത്ത് പറയേണ്ടത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെ പറ്റിയിട്ടാണ്. ഈ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ അല്ലെ. സൗണ്ട് ഒരു വേവ് ആണ്. വേവ് എവിടെ ഏതെങ്കിലും ഒരു സർഫസിൽ ചെന്ന് തട്ടുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? റിഫ്ലക്റ്റ് ചെയ്യും അല്ലെ. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ലൈറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്ന സൗണ്ട് ആവട്ടെ, ഇതെല്ലാം റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ സർഫസ് എങ്ങനെയായിരിക്കണം? നല്ല സ്മൂത്ത് ആയിരിക്കണം അല്ലെ. സ്മൂത്ത് സർഫസിലാണ് നന്നായിട്ട് റിഫ്ലക്ഷൻ നടക്കുന്നത്. റഫ് സർഫസ് ആകുമ്പോൾ അവിടുത്തെ റിഫ്ലക്ഷൻ ചിലപ്പോൾ ഇറഗുലർ ആവാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കൃത്യമായിട്ട് നടക്കാതെ വരാം അല്ലെ. അപ്പൊ നമ്മുടെ സൗണ്ടിന്റെ കേസിൽ സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് സൗണ്ട് മോർ ഇഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. അല്ല, സ്മൂത്ത് സർഫസ് ആണ് എന്ത് ചെയ്യുന്നത്? സൗണ്ടിനെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ. റഫ് സർഫസ് ആണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? സൗണ്ടിന്റെ റിഫ്ലക്ഷൻ നന്നായിട്ട് നടക്കില്ല. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലക്ഷൻ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമ്മൾ ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്.
റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് നമ്മൾ പല സന്ദർഭത്തിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, സൗണ്ട് ബോർഡ്സ്. അപ്പൊ എവിടെയാണ് സൗണ്ട് ബോർഡ്സ് ഉപയോഗിക്കുന്നത്? ചില ഓഡിറ്റോറിയങ്ങളിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ, അതായത് ഈ കൂടുതലും പ്രസംഗമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ബാക്കിൽ ഒരു സ്ക്രീൻ ഇങ്ങനെ കർവ് ചെയ്ത് വെച്ചേക്കും, ഇങ്ങനെ ഒരു വളച്ച് ഇങ്ങനെ കർവ് ചെയ്ത് വെച്ചേക്കും. അതിനെയാണ് സൗണ്ട് ബോർഡ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ കർവ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ അതൊരു നല്ല സ്മൂത്ത് സർഫസും ആയിരിക്കും. അപ്പൊ സ്മൂത്ത് സർഫസിൽ നമുക്കറിയാം റിഫ്ലക്ഷൻ നല്ല നടക്കും അല്ലേ. അപ്പൊ എന്റെ പുറകിലാണ് അങ്ങനെ ഒരു സൗണ്ട് ബോർഡ് ഉള്ളതെങ്കിൽ ഞാൻ പറയുന്നത് എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസ് നന്നായി കേൾക്കണം. അപ്പൊ എന്റെ സൗണ്ട് ഈ പറയുന്ന സൗണ്ട് ബോർഡ്സിൽ റിഫ്ലക്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അത് ഓഡിയബിൾ ആയിട്ട് കേൾക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ സൗണ്ട് ബോർഡ്സിൽ നമ്മൾ ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത് പറയുന്നത് കർവ്ഡ് സീലിംഗ് ഇൻ ദ ഹാൾ. ഇതേ സാധനം തന്നെ ബാക്കിൽ വരുന്നത് തന്നെ നമുക്ക് ഈ ഹാളിന്റെ ഒക്കെ സീലിംഗ് ഈ കർവ് ചെയ്ത് വെക്കാം. അതും സെയിം സെൻസ് തന്നെയാണ് പറയുന്ന ആള്, അതും സെയിം സെൻസ് തന്നെയാണ്. ഇപ്പൊ പറയുന്ന ആൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾ, അയാളുടെ സൗണ്ട് ഈ സീലിംഗിൽ തട്ടിയിട്ട് ഓഡിയൻസിലോട്ട് എത്തുമ്പോൾ അത് കുറച്ചുകൂടെ ലൗഡർ ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വരുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ റിഫ്ലക്ഷൻ, സൗണ്ടിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. നമ്മൾ റിഫ്ലക്ഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ തന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെ പറ്റി നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഒന്നിലേറെ റിഫ്ലക്ഷൻസ് നടക്കുന്നു അല്ലെ, ഒന്നിലേറെ എഗൈൻ ആൻഡ് എഗൈൻ റിഫ്ലക്ഷൻസ് ഇങ്ങനെ നടക്കുന്നു. അതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈ ഫിഗറിൽ നോക്കിയേ, ഒരാൾ ഇങ്ങനെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിരം പരിപാടിയാണ്, നമ്മളെ ഒരു റൂമിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് കട്ടിലോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചറോ ഒന്നുമില്ല, ഒരു പ്ലെയിൻ റൂമാണ്, അവിടെ പോയി നമ്മൾ കൈ കൊട്ടുമ്പോഴോ കൂകുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യും, ഇതിങ്ങനെ പല പല സ്ഥലങ്ങളിൽ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കും അല്ലെ. അപ്പോൾ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് എഗെയിൻ ആൻഡ് എഗെയിൻ അല്ലെ. ഒരു തവണ റിഫ്ലക്ട് ചെയ്ത സാധനം വീണ്ടും വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. എന്ന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. റിഫ്ലക്ഷൻ എന്താന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ വെച്ചാൽ എന്താണ്, എഗെയിൻ അത് റിഫ്ലക്ട് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്ത സൗണ്ട് തന്നെ വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ടേമാണ് എക്കോ. എക്കോ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? സൗണ്ടിന്റെ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോഴാണ് അല്ലെ. അതായത് ഞാൻ പറയുന്ന കാര്യം എന്താ എക്കോ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഒന്നുകൂടെ കേൾക്കുന്നു അല്ലെ, ക്ലിയർ ആയിട്ടത് ഒന്നുകൂടെ കേൾക്കുന്നു. അതിനെയാണ് എക്കോ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഊട്ടിലൊക്കെ പോകുമ്പോൾ എക്കോ പോയിന്റ് എന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെ കൂവയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ പേര് വിളിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ആ പേര് പറഞ്ഞതിന് ശേഷം തിരിച്ചാ പേര് ഒന്നുകൂടെ കേൾക്കും അല്ലെ. അതാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്കോ സംഭവിക്കുന്നത് എങ്ങനെ? ഇപ്പം സോഴ്സ്, ഇപ്പൊ ഞാനാണ് സോഴ്സ് എങ്കിൽ എന്റെ സൗണ്ട് എന്ത് ചെയ്യുന്നു, ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ്, ഒരു സർഫസിൽ പോയി ഹിറ്റ് ചെയ്യുന്നു. ഈ എക്കോ പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താവാം, ചിലപ്പോൾ അവിടെ ഉള്ള മലയോ കുന്നോ എന്തെങ്കിലുമൊക്കെ ആവാം അല്ലെ. അപ്പൊ അവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് ഈ സൗണ്ട് തിരിച്ചിങ്ങോട്ട് നമ്മളിലോട്ട് തന്നെ വരുമ്പോഴാണ് ഈ എക്കോ കേൾക്കുന്നത് അല്ലെ. അപ്പൊ എക്കോ എന്ന് വെച്ചാൽ എന്താണ്? ഇസ് ദ സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഇനിഷ്യൽ സൗണ്ട്. ഇനിഷ്യൽ സൗണ്ട് റിഫ്ലക്ഷൻ കഴിഞ്ഞ് അത് ഒന്നുകൂടെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിഞ്ഞ് ഒന്നും കൂടെ കേൾക്കുന്നതിനെയാണ് എക്കോ അല്ലെ. അപ്പൊ എക്കോയുടെ കേസ് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ഒരു തവണ ഹലോ എന്ന് പറഞ്ഞാൽ തിരിച്ച് അതേ ഹലോ നമുക്ക് തിരിച്ചത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടും കേൾക്കാൻ കഴിയും അല്ലെ. അതാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കോ പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേമാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഈ എക്കോ കേൾക്കാൻ കാരണം തന്നെ ഈ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗും കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്നുള്ളത് നോക്കാം. ദ ഓഡിറ്ററി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട് പെർസിസ്റ്റ് ഫോർ അബൌട്ട് 1/10 ഓഫ് എ സെക്കൻഡ്. ദിസ് ക്യാരക്ടറിസ്റ്റിക് ഈസ് നോൺ ആസ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മുടെ ചെവിയിൽ തന്നെ എന്ത് ചെയ്യും, പെർസിസ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാനൊരു ഹലോ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കുറച്ച് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എൻ്റെ ചെവിയിൽ തന്നെ അത് നിൽക്കും. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനെ വിളിക്കുന്ന പേരാണ്, അങ്ങനെ പെർസിസ്റ്റ് ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഇത് ഒത്തിരി ടൈമൊന്നുമില്ല, ഒരു സെക്കൻഡ്, 1/10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഈ 1/10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 സെക്കൻഡ്. കണ്ടോ, ഒരു സെക്കൻഡ് പോലും ഇല്ല. നമ്മൾ പറയുന്ന കാര്യം 0.1 സെക്കൻഡ് നമ്മുടെ ചെവിയിൽ തന്നെ അതെന്ത് ചെയ്യുന്നു, പെർസിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പെർസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഈ ഒരു ടൈമിനെ നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നു. ഇഫ് അനദർ സൗണ്ട് ഫോൾസ് ഓൺ ദ ഇയർ ഡ്യൂറിംഗ് ദിസ് ടൈം ഇറ്റ് ഫെൽറ്റ് ആസ് ഇഫ് ദേ ആർ ഹിയർ ടുഗദർ. ഈ ഒരു സൗണ്ടിന് മുന്നേ
അതായത് ഈ 0.1 സെക്കൻഡ്സിന് മുന്നേ അടുത്ത സൗണ്ടും കൂടെ കേൾക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമോ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എക്കോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അതായത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അല്ലെങ്കിൽ 0.1 സെക്കൻഡിന് ശേഷമായിരിക്കും ഈ എക്കോ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ എക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഹലോ എന്ന് പറയുമ്പോൾ തിരിച്ച് ആ ഹലോ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും അല്ലെ. കാരണം എന്താ, ഈ 0.1 സെക്കൻഡിന് ശേഷമാണ് തിരിച്ച് ആ സൗണ്ട് വരുന്നത്. അപ്പൊ രണ്ടും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ 0.1 സെക്കൻഡിനുള്ളിൽ തന്നെ അടുത്ത സൗണ്ടും കൂടെ കയറി വരും. അപ്പൊ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എക്കോ പറഞ്ഞപ്പോൾ ഈ എക്കോ കേൾക്കണമെങ്കിൽ ഈ സോഴ്സും, അതായത് എവിടെ നിന്നാണോ സൗണ്ട് ഉണ്ടാവുന്നത്, സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അത്തരം ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മാത്രമേ എക്കോ കേൾക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ആ മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. നോക്കിയേ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ, സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. സ്പീഡിനെ ടൈം കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് അല്ലേ. ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എന്തൊക്കെ വേണം, സ്പീഡും വേണം, ടൈമും വേണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ വാക്വത്തില് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 350 മീറ്റർ പെർ സെക്കൻഡിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്പീഡും ടൈമും വേണം അല്ലെ. സ്പീഡ് നമുക്ക് ഓൾറെഡി ഉണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എന്തായിരിക്കും, ടൈം നമുക്ക് ഏത് ടൈം എടുക്കാം, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എടുക്കാം അല്ലെ. അപ്പൊ 1/10 ആയിരിക്കും ടൈം. അങ്ങനെ നമ്മൾ ഈ 350 മീറ്റർ പെർ സെക്കൻഡിനെ 1/10 സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 35 മീറ്റർ എന്നായിരിക്കും. ഈ 35 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ 35 മീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ ഞാനാണ് സോഴ്സ് എങ്കിൽ ഞാൻ പറഞ്ഞ സൗണ്ട് ആ റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടി തിരിച്ച് എന്നിലോട്ട് വരുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് 35 മീറ്റർ എന്ന് പറയുന്നത്. അതായത് എക്കോ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതായത് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർത്താണ് 35 മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസ് 35 ആണ് എങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രമുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഹാഫ് എടുത്താൽ മതി അല്ലെ. അപ്പൊ 35ന്റെ ഹാഫ് ആയ 17.5 മീറ്റർ ആണ് സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ വരേണ്ട മിനിമം ഡിസ്റ്റൻസ്. ഈ ഒരു മിനിമം ഡിസ്റ്റൻസിൽ നിന്നാൽ മാത്രമേ എക്കോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ എക്കോ. അപ്പോൾ എക്കോ കേൾക്കണമെങ്കിൽ സോഴ്സും അല്ലെങ്കിൽ പേഴ്സണും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, 17.5 മീറ്റർ ആയിരിക്കണം. ഓക്കെ, ഫോർ എക്കോ ടു ബി ഹിയർഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 17.5 മീറ്റർ എവേ. അറ്റ്ലീസ്റ്റ് എന്നാല് അത് മിനിമം ആണ് പറയുന്നത് 17.5. അതിനേക്കാളും കൂടിയാലും പ്രശ്നമില്ല, പക്ഷെ അതിനേക്കാളും കുറയാൻ പാടില്ല. കുറഞ്ഞാൽ എന്ത് ചെയ്യില്ല, എക്കോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കില്ല. ഇത്രയും ക്ലിയർ ആണോ?